നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡേ 22 ഓഫ് 100 ഡേ സ്റ്റഡി ചാലഞ്ചാണ്. അപ്പോൾ രാവിലത്തെ പണികൾ എല്ലാം തീർത്തു, കുറച്ച് കറി വെച്ചു, പിന്നെ തുണി അലക്കി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് പഠിക്കാനിരുന്നപ്പോൾ 10:30 അപ്പോൾ ആദ്യം തന്നെ ഞാൻ എഴുതുന്നത് ടു ഡു ലിസ്റ്റാണ്. ഞാൻ ഓൾറെഡി ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചിട്ടുള്ള ഡെയിലി ഉള്ള ടു ഡു ലിസ്റ്റാണ് എഴുതുന്നത്. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും, കേരള ഹിസ്റ്ററിയിൽ നിന്ന് കുറച്ച് പോർഷൻസ്, അതുപോലെ വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് കുറച്ച് പോർഷൻസ് ഉണ്ട്, പിന്നെ എക്കണോമിക്സിൽ നിന്ന് കുറച്ച് പോർഷൻസ് ഉണ്ട്, പിന്നെ റിവോൾട്ട്, അതായത് കേരള ഹിസ്റ്ററിയിൽ നിന്ന് റിവോൾട്ട്സും കാര്യങ്ങളൊക്കെ, PT ഭട്ടതിരിപ്പാട്, അങ്ങനെ നവോത്ഥാനത്തിൽ നിന്ന് കുറച്ച് പോർഷൻസ്, പിന്നെ നമ്മുടെ കലാപം, അങ്ങനെ കുറച്ച് പോർഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതായത് നമുക്ക് എഫേർട്ട് ഇട്ടാൽ ഏറ്റവും കൂടുതൽ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഏരിയാസ്. പിന്നെ കമ്പ്യൂട്ടറും കൂടെ ഉണ്ട് കേട്ടോ. കമ്പ്യൂട്ടർ ഏകദേശം തീരാറായി. ഔട്ട്പുട്ട് ഡിവൈസസും കൂടെ നോക്കിക്കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഏകദേശം തീരും. അപ്പം ഞാൻ ടു ഡു ലിസ്റ്റ് എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആൾ വന്നു. ആൾക്ക് പാൽ കുടിക്കണം, ഉറങ്ങണം എന്ന് പറഞ്ഞ് അങ്ങനെ അത് കൊടുത്തു, പാൽ കൊടുത്തു. അതിനുശേഷം ഞാൻ പഠിച്ച യൂട്യൂബിൻ്റെ നോക്കി ഞാൻ ക്ലാസ് കേട്ടുകൊണ്ടാണ് ഫീഡ് ചെയ്തത്. അപ്പോൾ ആ 2 ക്ലാസ്സസിൻ്റെ ഇതാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ ഫീഡിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം പിന്നെ കുറച്ച് നേരം കളിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ പിന്നെ യൂറോപ്യൻസിൻ്റെ ആഗമനം, ഫ്രഞ്ച് നോക്കി. ഫ്രഞ്ചും പഠിക്കണമായിരുന്നു. ഡച്ച് നേരത്തെ പഠിച്ചായിരുന്നു, അത് റിവിഷനും ചെയ്യണമായിരുന്നു. അപ്പോൾ ഇത് പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ബുക്ക് നോക്കിയിട്ടല്ല. ബുക്ക് നോക്കുമ്പോഴത്തേക്കും എനിക്കൊരു ഒരു ഫ്ലോ കിട്ടാത്ത പോലെ തോന്നും. അതായത് കുറച്ച് ഫാക്ട്സ് ഇങ്ങനെ കൊടുത്തിരിക്കുന്ന പോലെ. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ യൂട്യൂബിനകത്ത് കയറിയിട്ട് യൂറോപ്യൻ ആഗമനം നടിച്ചിട്ട് ഫ്രഞ്ച് നടിച്ച് ഒഴിക്കുമ്പോഴത്തേക്കും 2-3 ക്ലാസ് വരുമല്ലോ. ആ 2-3 ക്ലാസ് കേട്ട് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഫ്ലോ കിട്ടും. ഓക്കെ, ഇവർ വന്നു, അത് കഴിഞ്ഞ് ഇന്ന കാര്യം നടന്നു, അങ്ങനെ ഇയർലി വൈസ് അവർ കാര്യങ്ങൾ പറയും. അപ്പം ഒരു ക്ലാസ്സിൽ ഇല്ലാത്ത പോയിൻ്റ് മറ്റേ ക്ലാസ്സിൽ പറയും. പിന്നെ അതിനുശേഷം നമ്മൾ അത് ജസ്റ്റ് ഒന്ന് എഴുതി ടെക്സ്റ്റും കൂടെ വായിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടും. അതിന് ഡച്ച് ആഗമനം അങ്ങനെ ഞാൻ നേരത്തെ ക്ലാസ് കേട്ടും ടെക്സ്റ്റ് ബുക്ക് നോക്കിയും എഴുതി വെച്ചിട്ട് നോട്ടായിരുന്നു ഇത്. അപ്പം 1 പേജർ നോട്ട് എഴുതുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, പെട്ടെന്ന് പഠിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും നമ്മൾ കുഞ്ഞിനെ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു പേജ് ആയതുകൊണ്ട് നമുക്ക് കൈ പിടിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫോട്ടോ എടുത്ത് ഫോണിലിടാം, അങ്ങനെ നമുക്ക് നോക്കാം. അതിനുശേഷം ഞാൻ വേൾഡ് ഹിസ്റ്ററിയുടെ റിവിഷനാണ് ചെയ്തത്. അപ്പോൾ ഫ്രഞ്ച് റവല്യൂഷനും റഷ്യൻ റവല്യൂഷനും ഞാൻ റിവൈസ് ചെയ്തു. ബാക്കി ഫുൾ നോട്ട്സ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ റവല്യൂഷൻസും, പിന്നെ വേൾഡ് വാർ, 2 വേൾഡ് വാറും, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള വേൾഡ് വാർ കഴിഞ്ഞിട്ടുള്ള ഏരിയാസ്, കോൾഡ് വാർ, ആ ഒരു ഏരിയ, കൊറിയൻ യുദ്ധം, അങ്ങനെ ആ ഒരു യുദ്ധം കാര്യങ്ങളെല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. വേൾഡ് ഹിസ്റ്ററി നമുക്ക് കുറച്ച് എഫേർട്ട് ഇട്ട് കൂടുതൽ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. നമുക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസൊക്കെ തന്നെയാണ്. അതിനുശേഷം ഞാൻ PK ക്ലാസ്സസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം എഴുതി കഴിഞ്ഞിട്ട് PK ക്ലാസ്സും കൂടെ കേൾക്കുമ്പം 1-2 എക്സ്ട്രാ മാർക്കിനുള്ള പോയിൻറ്സും കൂടെ കാണും ചിലപ്പോൾ PK. അതും കൂടെ ഈ നോട്ടിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയി. അങ്ങനെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഏരിയാസ് വെച്ചാൽ വേൾഡ് ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ ഏകദേശം ഞാൻ ഔട്ട്പുട്ട് ഡിവൈസസും കൂടെ നോക്കി വെച്ചാൽ മതി, അതും കംപ്ലീറ്റ് ആയി. പിന്നെ കലാപം കുറച്ചും കൂടെ കിടപ്പുണ്ട്. പിന്നെ ഈ കേരള ഹിസ്റ്ററിക്കകത്ത് നിന്ന് കുറച്ച് ഏരിയാസ് കംപ്ലീറ്റ് ചെയ്യാൻ കിടപ്പുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു സൈഡിൽ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷനും കംപ്ലീറ്റ് ആയിട്ടില്ലെന്ന് വെച്ചാൽ ഇതെല്ലാം ഒന്ന് നോക്കിയതാണ്, പക്ഷേ പ്രോപ്പർ റിവിഷൻ ഇല്ലാത്തത് കാരണം വീണ്ടും നോക്കേണ്ട അവസ്ഥ വരുവാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആരെങ്കിലും വീഡിയോ കാണുന്നതാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്നത് തന്നെ പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്തില്ലെങ്കിൽ വീണ്ടും അതേ എഫേർട്ട് ഇട്ട് പഠിക്കേണ്ടി വരും. അപ്പം അതാണ് എൻ്റെ പ്രോബ്ലം. ഇപ്പം ഞാൻ എന്തായാലും റിവിഷന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെയാണ് പഠിക്കുന്നത്. നേരത്തെ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് എന്താ വെച്ചാൽ, റിവിഷൻ ചെയ്യുമ്പോൾ സമയം പോകുമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ റിവിഷൻ ചെയ്തില്ല, പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞാൻ വീണ്ടും ഇപ്പം വേൾഡ് റവല്യൂഷൻ ഇന്ന് പഠിച്ചു, ഞാൻ കുറേ ദിവസം കഴിഞ്ഞ് വീണ്ടും ആ വേൾഡ് റവല്യൂഷൻ വായിച്ച് നോക്കുമ്പോഴത്തേക്കും എനിക്ക് ഒരു കാര്യങ്ങളും ഓർമ്മയില്ല, ആദ്യം തൊട്ട് പഠിക്കുന്ന പോലെ ഫീൽ ചെയ്യും. അപ്പം നമ്മൾ പഠിക്കുന്നു, നെക്സ്റ്റ് ഡേ ഒന്ന് റിവൈസ് ചെയ്യണം, 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ഒന്ന് റിവൈസ് ചെയ്യണം. അപ്പം പിന്നെ ഒരാഴ്ച ഒരു തവണ ഇങ്ങോട്ട് റിവൈസ് ചെയ്ത്, മാസത്തിൽ ഒരു തവണ ഇങ്ങോട്ട് റിവൈസ് ചെയ്താൽ നമുക്ക് കാര്യങ്ങൾ കിട്ടും. റിവിഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇരുന്ന് റിവിഷൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ നമ്മുടെ വോയിസിൽ തന്നെ ക്ലാസ് റെക്കോർഡ് ചെയ്ത് വെക്കുക. അതിന് സമയമില്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ നിന്ന് ക്ലാസ് എടുത്ത് കേൾക്കുക, അല്ലെങ്കിൽ ഏത് മീഡിയത്തിൻ്റെ കോച്ചിങ് ആണ് എടുത്തിട്ടുള്ളത് അവരുടെ ക്ലാസ്സെങ്കിലും കേൾക്കുക. അപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ക്ലാസ് കേൾക്കാൻ പറ്റും. അപ്പം ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് മേടിക്കുകയാണെങ്കിൽ, എൻ്റെ കയ്യിൽ ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഉണ്ട്, അത് വെച്ചിട്ടാണ് ഞാൻ ക്ലാസ്സുകൾ കേൾക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് അത്യാവശ്യം റിവിഷൻ നടക്കും. അല്ലാതെ ഇങ്ങനെ ഇരുന്ന് റിവിഷൻ ചെയ്യാൻ നമുക്ക് വളരെ കുറവ് സമയമായിരിക്കും കിട്ടുന്നത്. ഇരുന്ന് പഠിക്കാൻ കിട്ടുന്ന സമയം നമ്മളെപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാനായിരിക്കുമല്ലോ യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പം അല്ലാത്ത സമയത്ത് നമുക്ക് ക്ലാസ് കേട്ട് റിവൈസ് ചെയ്യാം. റിവിഷൻ എപ്പോഴും ക്ലാസ് കേട്ട് ചെയ്യുന്നതായിരിക്കും വീട്ടമ്മമാർക്ക്, അല്ലെങ്കിൽ കുഞ്ഞുള്ള അമ്മമാർക്ക്, അങ്ങനെ മറ്റ് ജോലികൾ ചെയ്തുകൊണ്ട് പഠിക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറഞ്ഞാൽ കേട്ടുകൊണ്ട് റിവിഷൻ ചെയ്യുന്നതാണ്. സമയമുള്ളവർക്ക് ഓക്കെ, നിങ്ങൾക്ക് നന്നായിട്ട് ഇരുന്ന് റിവിഷൻ ചെയ്തതിന് ശേഷം പുതിയ ടോപ്പിക്സ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ വേൾഡ് റിവിഷൻ നോക്കി. പിന്നെ ഇന്ന് സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ, ഞാനൊരു 6 മണി വരെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് കുഞ്ഞിന് ഫുഡ് കൊടുത്തു, ബാക്കി ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി. എല്ലാവരും ഡിന്നർ കഴിഞ്ഞു. ഒരു 9:30 ഒക്കെ ആയപ്പോഴത്തേക്കും പിന്നെ അവൾ ഉറങ്ങണമെന്ന് പറഞ്ഞു. പക്ഷേ ഉറങ്ങിയില്ല. 11:30 വരെ വാശി പിടിച്ചു. 11:30 ആയപ്പോഴാണ് ഉറങ്ങിയത്. അത് ഞാനും കൂടെ കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ ഇതാണ് സംഭവിച്ചത്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.